വാർഷിക കരാർ സംവിധാനത്തിൽ വൻ അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് BCCI. അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് വാർഷിക കരാറിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് BCCIക്ക് നിർദ്ദേശം നൽകിയത്. നിലവിൽ 4 വിഭാഗങ്ങളായുള്ള കരാറിൽ നിന്ന് A+ വിഭാഗം ഒഴിവാക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവരാണ് A+ കാറ്റഗറിയിലുള്ളത്. നേരത്തെ 4 ഗ്രേഡുകളായി നടപ്പാക്കി പോന്ന ഈ സംവിധാനം 3 ആക്കി വെട്ടിച്ചുരുക്കാനാണ് BCCI ആലോചിക്കുന്നത്. ഇതോടെ നിലവിൽ തലപ്പത്തുള്ള ഗ്രേഡ് A+ എന്നത് അപ്രത്യക്ഷമാവും. പകരം A, B, C എന്നിങ്ങനെ 3 കാറ്റഗറികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ വർഷം പ്രഖ്യാപിക്കാനിരിക്കുന്ന വാർഷിക കരാർ പുതിയ രീതിയിലുള്ളതായിരിക്കുമെന്നാണ് വിവരം. A+ കാറ്റഗറി ഒഴിവാക്കി വാർഷിക കരാർ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് BCCIക്ക് ശുപാർശ ചെയ്തത് അജിത് അഗാർക്കറിനു കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണെന്നാണ് വാർത്താ ഏജൻസിയായ ANIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങൾക്ക് പുതിയ രീതിയിലുള്ള വാർഷിക കരാർ BCCI കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടിയുണ്ടാവുക ബാറ്റിംഗ് ഇതിഹാസങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കുമായിരിക്കും. നിലവിൽ പ്രതിവർഷം 7 കോടി ശമ്പളമുള്ള A+ കാറ്റഗറിയിലാണ് ഇരുവരുമുള്ളത്. എന്നാൽ പുതിയ രീതിയിലുള്ള കരാർ സംവിധാനത്തിൽ ഗ്രേഡ് Aയിൽ രോഹിത്തിനും കോഹ്ലിക്കും ഇടമുണ്ടാവില്ല. കാരണം കഴിഞ്ഞ വർഷം ടെസ്റ്റും മതിയാക്കിയതോടെ ഏകദിനത്തിൽ മാത്രമേ ഇവർ കളിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്രേഡ് Bയിലായിരിക്കും പുതിയ വാർഷിക കരാറിൽ റോക്കോയുടെ സ്ഥാനം. മുൻ കരാർ പ്രകാരം ഗ്രേഡ് Aയിൽ ഉൾപ്പെട്ട താരങ്ങൾക്ക് 5 കോടി രൂപയും B, C ഗ്രേഡിലുള്ളവർക്ക് 1 കോടി രൂപയുമായിരുന്നു പ്രതിഫലം. മാച്ച് ഫീ കൂടാതെയാണിത്. അതേസമയം പുതിയ രീതിയിലുള്ള കരാർ സംവിധാനത്തിൽ ഓരോ ഗ്രേഡിലെയും വേതനത്തെക്കുറിച്ച് BCCI ഇനിയും തീരുമാനിച്ചിട്ടില്ല. വരാനിരിക്കുന്ന യോഗത്തിൽ BCCI ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുകയുള്ളൂ. സാധാരണയായി ഓരോ വർഷവും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായിട്ടാണ് BCCIയുടെ വാർഷിക കരാർ പ്രഖ്യാപിക്കാറുള്ളത്. 2024-25 അവസാനത്തെ കരാർ പ്രകാരം രോഹിത്, കോഹ്ലി എന്നിവരെ കൂടാതെ ഗ്രേഡ് A+ലുണ്ടായിരുന്നത് ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവരാണ്. ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, മുഹമ്മദ് ഷമി, ഋഷഭ് പന്ത്, മുഹമ്മദ് സിറാജ് എന്നിവരായിരുന്നു ഗ്രേഡ് Aയിലെ കളിക്കാർ. T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, യശസ്വി ജയ്സ്വാൾ എന്നിവരെല്ലാം ഗ്രേഡ് Bയിലായിരുന്നു. 3 ഫോർമാറ്റുകളിലും സജീവമായ താരങ്ങൾക്കാണ് ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്നത്. അതിനാൽ ജസ്പ്രീത് ബുംറ തീർച്ചയായും ഉയർന്ന വിഭാഗത്തിലാകും. ടെസ്റ്റ്, ഏകദിന ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലും ഈ വിഭാഗത്തിലുണ്ടാകും. മറ്റു താരങ്ങൾ ആരൊക്കെയാകും എന്നതിലാണ് ആകാംക്ഷ. ഇന്ത്യൻ ടീമിൽ ഏറെക്കാലമായി പരിഗണിക്കാത്ത മുഹമ്മദ് ഷമിക്ക് BCCIയുമായുള്ള കരാർ നഷ്ടപ്പെട്ടേക്കാം. ഏകദിനത്തിലും ടെസ്റ്റിലും സ്ഥിരമായ അർഷ്ദീപ് സിംഗ് Cയിൽ നിന്ന് Bയിലേക്ക് ഉയർന്നേക്കാം. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന ഹർഷീത് റാണയ്ക്കും പ്രമോഷൻ കിട്ടിയേക്കും.